ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ നല്ല റീച്ചുള്ള പേജുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ ഉള്ള പ്രൊഫൈലുകൾക്കൊക്കെ നല്ല റീച്ചും കാര്യങ്ങളും നിങ്ങൾ ആ ഒരു രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് നിങ്ങളുടെ പേജ് റിസ്കിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ റിസ്കിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ സ്ക്രീൻഷോട്ട് കാണിക്കാം. ഇത്തരത്തിലുള്ള ചില നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടാൽ നമുക്കറിയാൻ സാധിക്കും, ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ പേജ് റിസ്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു വാണിംഗ് തന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു നോട്ടിഫിക്കേഷൻസിന്റെ ആ ഒരു ഘടന കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ പേജിൽ നമ്മൾ അനാവശ്യമായിട്ട് എന്തോ ഷെയർ ചെയ്തു, അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെയോ ഇൻസ്റ്റഗ്രാമിന്റെയോ ഒക്കെ പോളിസിക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും ഷെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇത് പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് തികച്ചും നമുക്ക് ഫേസ്ബുക്കിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിന്റെ ഒക്കെ ഭാഗത്തുനിന്നോ ഒഫീഷ്യലായിട്ട് വന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് എന്ന് തോന്നും. പക്ഷെ ഈ ഒരു സംഭവം തീർത്തും ഫേക്ക് ആണ്. ഹാക്കർമാർ ഈ ഒരു പേരിൽ നിങ്ങളുടെ പേജ് യുവർ പേജ് അറ്റ് റിസ്ക് ഇത്തരത്തിൽ സാമ്യമുള്ള പേരുകൾ വെച്ചിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നു. ആ പ്രൊഫൈലിൽ നിന്നും നിങ്ങളുടെ പ്രൊഫൈലോ നിങ്ങളുടെ പേജിൽ എന്തെങ്കിലും ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലിങ്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഈ ഒരു പേജ് റിട്രീവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു പേജ് ക്ലിയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വയലേഷൻ ഒഴിവാക്കാൻ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു മെറ്റാ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫേക്ക് ലിങ്ക് അവർ കൊടുക്കും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പേജ് ആണെങ്കിൽ പേജ്, അല്ലെങ്കിൽ പ്രൊഫൈൽ ആണെങ്കിൽ പ്രൊഫൈൽ ഹാക്ക് ആവും. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ പെട്ടെന്ന് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിനുള്ള പരിഹാരത്തിലേക്ക് പോകരുത്. ശരിക്കൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും, ഈ ഒരു പേജിന്റെ പേരാണിത്, യുവർ പേജ് അറ്റ് റിസ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു പേജ് വെച്ചിട്ട് അവർ നിങ്ങളുടെ പ്രൊഫൈലിൽ ഏതെങ്കിലും ഫോട്ടോസോ വീഡിയോസിനോ ലൈക്കോ അല്ലെങ്കിൽ ഷെയറോ ചെയ്യുമ്പോൾ വരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്കത്. ഇവരത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മളതിൽ ശ്രദ്ധയില്ലാതെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് നമ്മുടെ പേജ് ഹാക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ഹാക്ക് ചെയ്യും. എന്നിട്ട് അവർ അത് അവരുടേതായ ഉപയോഗങ്ങൾക്ക് ആ ഒരു പേജും പ്രൊഫൈലൊക്കെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ വൾഗറായ വീഡിയോസും കാര്യങ്ങളൊക്കെ മറ്റുള്ള പോസ്റ്റുകളൊക്കെ അതിൽ ഷെയർ ചെയ്യും. അപ്പോൾ ഇത്തരം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി കളയുക, അല്ലെങ്കിൽ അത് ഹൈഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കുക. അല്ല എന്നുണ്ടെങ്കിൽ അത് ഡീപ്പായിട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫേസ്ബുക്കിനാണെങ്കിൽ ഫേസ്ബുക്കിന്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിനാണെങ്കിൽ നമുക്കത് സ്പാം ആയിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ അവരുടെ ആ ഒരു പേജ് ഈ ഒരു ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ ഏത് പ്രൊഫൈലാണെങ്കിൽ അവരത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത്തരം പേജുകളിൽ അല്ലെങ്കിൽ ഇത്തരം നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അവർ കൊടുക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് അതിലേക്ക് പ്രവേശിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേജോ എന്നേക്കുമായി നഷ്ടമാകും. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് വളരെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പ്രൊഫൈലോ ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഒരൊറ്റ ക്ലിക്കിലൂടെ നഷ്ടമാകുന്ന ഒരു അവസ്ഥയാണ് ഇത്തരം ഈ ഒരു ലിങ്കുകളിലൂടെ നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സുകളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ നല്ല ഇൻഫർമേഷൻ വീഡിയോകൾക്കായി നമ്മളുടെ പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.